നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റ്. മാണ്ഡിയിൽ കനത്ത മഴയും ക്ലൗഡ് ബേസ്റ്റും 10 പേർ മരിച്ചു, 34 പേരെ കാണാതായി. മാണ്ഡി, ഹിമാചൽ പ്രദേശ്. കനത്ത മഴയും അതിശക്തമായ ക്ലൗഡ് ബേസ്റ്റ് സംഭവങ്ങളുമാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ജില്ലയെ പിടിച്ചുലച്ചത്. ഇന്നലെ രാത്രി ആരംഭിച്ച ശക്തമായ മഴ ഫ്ലഡായി മാറിയതോടെ ദുരന്തം തുടക്കമാകുന്നത്. ഇതുവരെ ലഭിച്ച വിവരപ്രകാരം 10 പേർ മരിച്ചു, കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റു. 34 പേരെ ഇനിയും കാണാനായിട്ടില്ല. ജില്ലയിലെ പല ഭാഗങ്ങളിലും നദികൾ കരകവിഞ്ഞൊഴുകി, പാതകൾ തകർന്ന് വാഹനങ്ങൾ വെള്ളത്തിൽപ്പെട്ടു. വെള്ളപ്പൊക്കത്തിൽ വീടുകൾക്കും കൃഷിക്കും കനത്ത നാശം നേരിട്ടു. രക്ഷാപ്രവർത്തനങ്ങൾ അതീവ ജാഗ്രതയോടെ നടക്കുകയാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. മണ്ഡി, പൊന്ത, സുദംനഗർ, ജോഗീന്ദർ നഗർ എന്നീ മേഖലകളിലാണ് ദുരന്തം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത്. കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. NDRFന്റെയും ആർമിയുടെയും സഹായത്തോടെയാണ് തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. മോശം കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് തടസ്സമായെങ്കിലും ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തിരച്ചിൽ കാര്യക്ഷമമാക്കാനുള്ള ശ്രമത്തിലാണ് രക്ഷാസംഘം. റോഡുകളും പാലങ്ങളും തകർന്നതിനാൽ പല ഗ്രാമങ്ങൾ ഇപ്പോഴും പുറംലോകവുമായി ബന്ധമില്ലാതെ തുടരുന്നു. വെള്ളപ്പൊക്കത്തിൽപ്പെട്ടവരെ ഒഴിപ്പിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സുരേഷ് കൗൾ മാണ്ഡിയിലെ ദുരന്തഭൂമിയിൽ എത്തിയതായും പ്രത്യേക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് അടിയന്തര സഹായം പ്രഖ്യാപിച്ചതായും അധികൃതർ അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കൂടുതൽ മഴയുടെ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.